ഇത് എന്ത് തോന്നിവാസ? മദ്യപിച്ച് സ്വബോധം ഇല്ലാതെ നടക്കുന്ന ഇവർക്ക് ഇനി ഈ ഹോസ്റ്റലിൽ സ്ഥാനമില്ല. നാളെ നേരം വെളുക്കുമ്പോ തന്നെ 3 എണ്ണത്തിനെ ഞാൻ പുറത്താക്കും. മാഡം, ഇതിലെന്തോ ചതിയുണ്ട്. ഇവര് ഇങ്ങനെയുള്ള കുട്ടികളല്ലെന്ന് മാഡത്തിന് അറിയാലോ. ഒന്നും പറയണ്ട പാറു, ഇതെല്ലാം എന്റെ കൺമുന്നിൽ കാണുന്നല്ലേ. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇവര് സദ്യ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചു. നിങ്ങൾ ദയവായി കുറച്ചു നേരം വെയിറ്റ് ചെയ്യ്. ഞാൻ തന്നെ വേഗം സദ്യ ഉണ്ടാക്കാം. അമ്മാവാ, അമ്മാവന്റെ കോമഡി പരിപാടി തുടങ്ങാൻ സമയമില്ലേ? എനിക്കിതൊന്നും കാണാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഞാൻ പോവാ. അതൊന്നും പറഞ്ഞാ പറ്റില്ല. എല്ലാരും വന്നേ പറ്റൂ. ആദ്യം എല്ലാരും വന്ന് ആ പരിപാടി ഒന്ന് കാണ്. ഇത് എന്റെ ഒരു ആഗ്രഹമാണ്. ഭക്ഷണം കഴിക്കാൻ കുറച്ച് വൈകുന്നോണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. എന്നാ വരിക, വരൂ. നമുക്കിവരെ ഓരോരുത്തരായിട്ട് ഭൂമിക മാഡത്തിന്റെ മുറിയിലേക്ക് കൊണ്ടുപോവാം. ആയിഷ, എനിക്ക് വരൂ വരൂ. അപ്പോ ഞാൻ പരിപാടി വെക്കാൻ പോകട്ടോ. ഭൂമിക മേഡത്തിന്റെ കരുതലിനും സംരക്ഷണത്തിനും കീഴിൽ പെൺകുട്ടികൾക്ക് ഏറ്റവും സുരക്ഷിതമായി താമസിക്കാവുന്ന വാസസ്ഥലം അതാണ് നന്ദനം ഹോസ്റ്റൽ. നമ്മുടെ ഹോസ്റ്റലിനെ കുറിച്ച് ടിവിയിലോ? ഇത് ഏത് ചാനലിലാ വരുന്നത്? എടുത്തോ, ആയിഷ എടുത്തോ.
എന്റെ കുട്ടികളെ മയക്കി കിടത്തി അവരെ നീ മോശക്കാരായി കാണിക്കുമല്ലേ? ഇനി ഒരു നിമിഷം പോലും നിങ്ങളെ ഞാൻ ഈ ഹോസ്റ്റലിൽ വെച്ച് പൊറപ്പിക്കില്ല. 3 എണ്ണവും എന്റെ ഹോസ്റ്റലിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിക്കോണം. ക്ഷമിക്കൂ മാഡം, ഇതൊരു കുട്ടിക്കളിയായിട്ട് എടുത്താ മതി. ഇവരെ ഇപ്പൊ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കണ്ട. സേനൻ എന്താ ഈ പറയുന്നേ? ഇത്രയും വലിയൊരു ചതി ചെയ്തിട്ട് സാരമില്ല മാഡം, ഇവരിവിടെ തുടരുന്നതില് ഞങ്ങൾക്ക് ഒരു വിരോധവും ഇല്ല. ഇവള് നമ്മളെ ഇടിച്ചു കൂട്ടാൻ വേണ്ടിയാ നമ്മൾ പുറത്താക്കണ്ടെന്ന് പറയുന്നത്. ഇവര് ചെയ്തത് വലിയ തെറ്റ് തന്നെയാ. അതിനുള്ള ശിക്ഷയായിട്ട് ഇവരെ കൊണ്ട് തന്നെ ഓണസദ്യക്ക് ബാക്കിയുള്ള ജോലികൾ മുഴുവൻ അങ്ങോട്ട് ചെയ്യിച്ചാ മതി. അതെ, ബാക്കി കണക്കുകളൊക്കെ തീർക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. ശരി, സേനൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു. പക്ഷെ 1/2 മണിക്കൂറിനുള്ളിൽ സദ്യ റെഡിയായിരിക്കണം. എല്ലാ പണിയും നിങ്ങൾ 3 പേര് മാത്രമേ ചെയ്യാവൂ. ഇല്ലെങ്കിൽ 3നെ ഞാൻ പിടിച്ച് പുറത്താക്കും. നീ ഇത്രയും ചീപ്പാണെന്ന് ഞാൻ കരുതിയില്ല.